നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബുട്ടാസ് ഡിസൈൻ ആണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ബീഡ്സിൻ്റെ എല്ലാ ബേസിക് സ്റ്റിച്ചസും പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ബേസിക് സ്റ്റിച്ചസ് ബേസ് ചെയ്തിട്ടുള്ള ബുട്ടാസ് ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത്. സിംഗിൾ ബീഡ് ബുട്ടാസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ലീവ്സിൽ ഓൾ ഓവർ ഡിസൈൻ കൊടുക്കാനോ അല്ലെങ്കിൽ സ്കാറ്റേർഡ് ബീഡ്സ് വർക്കൊക്കെ നമ്മൾ നെക്കിൽ കൊടുക്കില്ലേ, അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ബീഡ് മാത്രം നമുക്ക് കോർത്ത് കൊടുക്കാം. അതിനുശേഷം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് എടുക്കുക, തൊട്ടടുത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. ഇവിടെ ഒരു ബീഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എടുത്ത ചെയിനിനെ ഇതേപോലെ പുറകിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ബീഡിനെ കവർ ചെയ്തതിന് ശേഷം താഴേന്ന് വലിച്ചാൽ മതി. താഴേന്ന് നമ്മൾ ത്രെഡ് പിടിക്കുമ്പോഴേക്ക് അവിടെ നോട്ട് വീണ് കഴിയും. ഇപ്പോൾ ഈ ഒരു ബീഡ് ടൈറ്റായി കഴിയും. ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. ഇനി ത്രെഡ് കട്ട് ചെയ്യുകയൊന്നും ചെയ്യേണ്ട, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഡയറക്റ്റ് ഇതേപോലെ ചെയിൻ എടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ ത്രെഡ് മുകളിലേക്ക് എടുക്കുക, അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എപ്പോഴും ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം മാത്രമേ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാവൂ. ഒരു മുത്ത് കോർത്ത് കൊടുക്കുക, അതിനുശേഷം ചെയിൻ സ്റ്റിച്ച് ഇടുക, തൊട്ടടുത്തായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ആ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത ആ ഒരു ലൂപ്പിനെ നമ്മൾ നീളത്തിൽ കൊണ്ടുവന്ന് ഇതേപോലെ പുറകിലേക്ക് പിടിക്കുക, താഴേന്ന് ത്രെഡ് വലിക്കുക. ഏത് സൈസിലുള്ള ബീഡാണെങ്കിലും സ്കാറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്താൽ മതി. ലാസ്റ്റ് ചെയ്യുന്ന ബീഡ് എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യണം കേട്ടോ. അടുത്തത് നമുക്ക് 2 സൈസിലുള്ള ബീഡ്സ് യൂസ് ചെയ്ത് ചെയ്യാം. ഞാനിവിടെ 5mm ബീഡും 3mm ബീഡും എടുത്തിട്ടുണ്ട്. ആദ്യം വലിയ ബീഡ് കോർത്ത് കൊടുക്കുക, ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയ ബീഡ് കോർത്ത് കൊടുത്ത് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് സ്റ്റിച്ചും കൊടുക്കണം. ഇനി ഇവിടെ എൻഡ് നോട്ടും കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡും ബീഡിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ ഒരു 3mm ബീഡിലേക്ക് തിരിച്ച് നമുക്ക് ചെയിൻ കൊണ്ടുപോയി ലോക്ക് ചെയ്യുകയും ചെയ്യാം. അടുത്തത് സെയിം ബുട്ടാസ് തന്നെയാണ്. 3mm 1mm ബീഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലൂപ്പ് കൊണ്ടാണ് ബീഡിനെ ലോക്ക് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഒരു ബീഡിനെ മാത്രമേ ലോക്ക് ചെയ്യത്തുള്ളേ. ലൂപ്പ് എന്ന് പറയുന്നത് ചെയിനിനെയാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ലോക്ക് ചെയ്യാനായിട്ട് ലോങ് ആയിട്ട് ചെയിൻ എടുക്കുന്നില്ലേ, അതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ലെവൽ ബുട്ടാസാണ് കേട്ടോ. നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്ന ബുട്ടാസാണ് ഇതൊക്കെ. സ്ലീവ്സിൻ്റെ ബോർഡറിൽ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ബാക്കിൽ ഓൾ ഓവറായിട്ടൊക്കെ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ബുട്ടാസ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഈ ഒരു 3 ബീഡ്സും ഞാൻ സിംഗിളായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം 3mm സ്റ്റിച്ച് ചെയ്തു, തൊട്ട് താഴെയായിട്ട് 5mm, അതിന് താഴെയായിട്ട് വീണ്ടും 3mm. ഇത് 3 ബീഡ്സ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിച്ചോണേ. ഫസ്റ്റ് 2 ബീഡ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം റിവേഴ്സ് ആ സെൻറ്ററിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് 3ാമത്തെ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഡിസൈൻ കിട്ടിയില്ലേ. ബീഡ്സിൻ്റെ സൈസൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് 4 ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 2 ബീഡ് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം 2 ബീഡ്സ് നമുക്ക് കോർത്ത് കൊടുക്കാം. അതിനുശേഷം റിവേഴ്സ് പോയി ആ സെൻറ്ററിൽ നിന്ന് ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. നമ്മൾ ട്രയാങ്കിളിൽ ചെയ്തില്ലേ, സെയിം അതേപോലെ തന്നെ ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും റിവേഴ്സ് പോയി ആ ഒരു സെൻറ്ററിൽ നിന്ന് വീണ്ടും എടുക്കുക. അതിനുശേഷം വീണ്ടും താഴെ ഒരെണ്ണം കോർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയില്ലേ. അടുത്തത് ഒരു കോമൺ ഡിസൈനാണ്. ഒരു 80% ബ്ലൗസിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യാറുണ്ട്. സെൻറ്ററിൽ ഒരു വലിയ ബീഡ് കോർത്ത് കൊടുക്കുക, അതിനുശേഷം അതിന് ചുറ്റും ചെറിയ ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഈ ഒരു ബുട്ട ഡിസൈൻ യൂസ് ചെയ്ത് മാത്രം വേണമെങ്കിൽ നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സെൻറ്ററിൽ ഈ ഒരു ബീഡിന് പകരം നമുക്ക് കുന്തൻ സ്റ്റോൺസോ അല്ലെങ്കിൽ പേൾസോ ഒക്കെ യൂസ് ചെയ്യാം. ബീഡ്സിൽ മാത്രമല്ല, നമുക്ക് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടും ബുട്ടാസ് ചെയ്യാം. ഞാൻ ഈ കാണിക്കുന്ന ബുട്ടാസ് മാത്രം പ്രാക്ടീസ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് എങ്ങനെ വേണേലും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഒരു സെമി ബീഡ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഈ സെമി ബീഡ് നമുക്ക് സ്റ്റിച്ചിങ് ടൈപ്പും വരുന്നുണ്ട്. സ്റ്റിച്ചിങ് ടൈപ്പാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സ്റ്റോൺസ് ഒക്കെ ഉണങ്ങുമ്പോഴേക്ക് നമുക്ക് അടുത്തൊരു ഡിസൈൻ പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് ഡ്രോപ്പ് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ഡ്രോപ്പ് ബീഡും ഒരു 1mm ബീഡും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡ്രോപ്പ് ബീഡും ഒരു 1mm ബീഡും കൊടുക്കുക, ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. അതിനുശേഷം സൈഡിലേക്ക് ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്,
ഒരു റൗണ്ട് ബീഡും ഡ്രോപ്പ് ബീഡും കോർത്ത് കൊടുക്കുക. താഴെ ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലോങ് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഒരു റൗണ്ട് ബീഡും ഡ്രോപ്പ് ബീഡും കോർത്ത് കൊടുക്കുക. താഴെ സ്ലാൻറ്റിങ്ങിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇവിടെ താഴെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റൗണ്ട് ബീഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ ഡിസൈനൊക്കെ നമ്മൾ ബോർഡറിലും അതുപോലെ ഓൾ ഓവറിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡിസൈനാണ്. ഇപ്പോൾ സ്റ്റോൺസ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺസിൽ ഡിസൈൻ ചെയ്യാം. ഈ ഒരു സ്റ്റോണിന് ചുറ്റുമായിട്ട് ഞാൻ 1 mm റൗണ്ട് ബീഡാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 1 mm റൗണ്ട് ബീഡിന് പകരം ഷുഗർ ബീഡ് വേണേലും യൂസ് ചെയ്യാം, കട്ട് ബീഡ് വേണേലും യൂസ് ചെയ്യാം. പിന്നെ സ്റ്റോൺസിൻ്റെ ബുട്ടാസ് ചെയ്യുമ്പോൾ സ്റ്റോൺസ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോൺസ് മൂവ് ആവും, നമുക്ക് ഡിസൈൻ കറക്റ്റായിട്ടുള്ള ഫിനിഷിങ്ങിൽ കിട്ടത്തില്ല. ഇനി ഇവിടെ ഒരു ഹാങ്ങിങ് ഡിസൈൻ കൂടി കൊടുക്കാം. താഴേക്ക് നമുക്കൊരു വലിയ ബീഡും ഒരു ചെറിയ ബീഡും കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ സെൻറ്ററിൽ മാത്രമേ ഹാങ് ചെയ്യുന്നുള്ളൂ. ഇതേപോലെ നമുക്ക് സൈഡിലേക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ചെയ്യാം. താഴേക്ക് ഞാൻ 3 ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഈ 3 ബീഡ്സും ഒരുമിച്ച് താഴെ കൊണ്ടുവന്ന് ചെയിൻ സ്റ്റിച്ച് കൊടുക്കല്, നമ്മൾ ഓരോന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അടുത്ത ഗോബി സ്റ്റോണിന് ചുറ്റും നമുക്ക് ഇതുപോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ, ആ സ്റ്റോണിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ആ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തു. ഇവിടെയും ഹാങ്ങിങ് ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. സെൻറ്ററിൽ 2 സ്മാൾ ബീഡ്, അതിനുശേഷം ഒരു വലിയ ബീഡ്, അതിനുശേഷം വീണ്ടും സ്മാൾ ബീഡ്. ഇങ്ങനെയാണ് സെൻറ്ററിൽ ഞാൻ ഹാങ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഞാൻ എൻഡ് നോട്ട് കൊടുക്കുന്നില്ല. എൻഡ് നോട്ട് കൊടുത്താലും തെറ്റില്ല. ഞാൻ ലാസ്റ്റ് ലൂപ്പ് എടുത്ത് ആ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത സ്മാൾ ബീഡില്ലേ അതിനുള്ളിലായിട്ട് കൊടുക്കുകയാണ്. ഇനി സൈഡിൽ നമ്മൾ ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഹാങ്ങിങ് കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 2 ബീഡ് കൊടുക്കണ്ട, ഒരു ബീഡ് കൊടുത്താൽ മതി. കാരണം നമ്മൾ സെൻറ്ററിൽ ചെയ്ത പോലെ തന്നെ സെയിം ബീഡ്സ് നമ്മൾ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലെന്ത് കൂടി വരും. അപ്പോൾ എനിക്ക് ലെന്ത് അത്രയും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരു സ്മാൾ ബീഡും ഒരു വലിയ ബീഡ്, വീണ്ടും ഒരു സ്മാൾ ബീഡ്, ഇങ്ങനെ 3 ബീഡ്സ് മാത്രമേ ഞാൻ സൈഡിൽ കൊടുക്കുന്നുള്ളൂ. ഈ സൈഡും അതേപോലെ തന്നെ ഫില്ല് ചെയ്യുക. നമ്മൾ സെൻറ്ററിൽ കൊടുത്ത പോലെ തന്നെ സൈഡിൽ നമ്മൾ ബീഡ്സ് കൊടുത്തിരുന്നെങ്കിൽ ആ സൈഡിലെ ഹാങ്ങിങ് കുറച്ചുകൂടെ താഴേക്ക് വന്നേനെ. അപ്പോൾ അത്രയും വരണ്ടാന്ന് വെച്ചിട്ടാണ് ഒരു ബീഡ് ഞാൻ കുറച്ച് കൊടുത്തത്. ഇവിടെ ഞാൻ പേൾസും ഗോൾഡനും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഔട്ടർ ലെയർ കൊടുക്കുന്നത്. ഒരു പേൾ ബീഡ്, ഒരു ഗോൾഡൻ കളർ ബീഡ്, ഒരു പേൾ ബീഡ്, ഒരു ഗോൾഡൻ കളർ ബീഡ്. നിങ്ങൾക്ക് ഇതുപോലെ ഷുഗർ ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് കോൺട്രാസ്റ്റ് കളേഴ്സായിട്ടൊക്കെ ഷുഗർ ബീഡ്സോ കട്ട് ബീഡ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഔട്ടർ ലെയർ കൊടുക്കാം. കട്ട് ബീഡ്സ് ഔട്ടർ ലെയർ കൊടുക്കുന്നതിനേക്കാൾ ഹാങ്ങിങ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഭംഗി. ഇവിടെ സെൻറ്ററിൽ നോട്ട് ഇടുന്നില്ല, ഡയറക്റ്റ് നമ്മൾ താഴേക്ക് ഹാങ്ങിങ് കൊടുക്കുകയാണ്. ഇവിടെ സെൻറ്ററിൽ അടുപ്പിച്ച് 2 ഗോൾഡൻ കളറല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാങ്ങിങ്ങിൽ ഞാൻ ഫസ്റ്റ് പേൾ യൂസ് ചെയ്യുകയാണ്, അതിനുശേഷം ഗോൾഡൻ ബീഡ്, അതിനുശേഷം പേൾ തന്നെ ഒരു ഡ്രോപ്പ് ബീഡ് യൂസ് ചെയ്യുകയാണ്. ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഇവിടെ സെമി ബീഡ് സ്റ്റിച്ച് ചെയ്യാം. സെമി ബീഡിൽ ടോപ്പിൽ നമുക്കൊരു ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ബീഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഒരു ബീഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് അവിടെ എൻഡ് നോട്ടും കൊടുക്കുക. ഹാഫ് സൈഡ് മാത്രമേ നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 mm ബീഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സ് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഹാഫ് സൈഡ് മാത്രം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ആദ്യം നമുക്കൊരു ഔട്ടർ ലെയർ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന ഡിസൈനിനനുസരിച്ച് സ്റ്റോണിൻ്റെ സൈസ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ താഴേക്ക് ഞാൻ പേൾസാണ് ഡിസൈൻ ചെയ്യുന്നത്. 3 mm സൈസിൻ്റെ ഒരു പേൾ ബീഡും 1 mm സൈസിൻ്റെ ഗോൾഡൻ ബീഡുമാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. സെൻറ്ററിൽ കൊടുത്ത് ഈ സെയിം ഹാങ്ങിങ് തന്നെ സൈഡിലേക്ക് 2 എണ്ണം വീതം കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ. നെക്കിൽ ജസ്റ്റ് ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ബുട്ടാസൊക്കെ നമുക്ക് ഓൾ ഓവർ കൊടുക്കാൻ പറ്റും. അടുത്തത് ചക്രി യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസൈൻ ചെയ്യാം. ചക്രി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചക്രിയുടെ ആദ്യം 1 സൈഡ് സ്റ്റിച്ച് ചെയ്യുക. 1 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം മാത്രം അടുത്ത സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. സെൻറ്ററിൽ എക്സ്ട്രാ ചെയിൻ കൊടുത്തില്ലെങ്കിൽ ആ ത്രെഡ് മുകളിലേക്ക് ഇരിക്കും. ത്രെഡ് മുകളിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല.
ഇനി സെൻറ്ററിൽ ആ ചക്രയോട് ചേർന്ന് സ്റ്റിച്ച് എടുക്കല്, കുറച്ച് താഴേക്കായിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് എടുക്കാം. ഇവിടെ വൈറ്റ് വീറ്റ് ബീഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് താഴേക്ക് ഇതുപോലെ ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. ഇതുപോലെ സൈഡിലേക്ക് സ്ലാൻഡിങ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ ഞാനൊരു ഗോൾഡൻ ബീഡ് കൂടി കൊടുക്കുന്നുണ്ട്. മുകളിൽ ആ ഒരു ചക്രി കവർ ചെയ്ത് നമുക്ക് ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം. ഇനി ചക്രിയുടെ സെൻറ്ററിൽ നമുക്ക് ജെർക്കൻ സ്റ്റോൺസ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറാണ് ഒട്ടിക്കുന്നത്. അടുത്തത് ട്യൂബ് ബീഡ് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു ബുട്ട ഡിസൈനാണ്. ഗോൾഡൻ ബീഡും ട്യൂബ് ബീഡും കൂടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. ട്യൂബ് ബീഡിൻ്റെ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്യുക, ഒരു ഗോൾഡൻ ബീഡ്, ഒരു ട്യൂബ് ബീഡ്, ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. 3 ട്യൂബ് ബീഡ് യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ലൈന്. ഇവിടെ ഒന്നുകിൽ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ലെയറിലേക്ക് വേണമെങ്കിൽ നമുക്ക് ത്രെഡിനെ കൊണ്ടുപോകാം. ഞാനിവിടെ സെക്കൻഡ് ലെയറിലേക്ക് ത്രെഡിനെ കൊണ്ടുപോവാണ്. സെക്കൻഡ് ലെയർ നമ്മുടെ ഈ ഒരു ട്യൂബില്ലേ, ഈ ഒരു ട്യൂബിൻ്റെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഗോൾഡൻ ബീഡ്, ട്യൂബ് ബീഡ്, ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് ലെയറിൽ 2 ട്യൂബ് ബീഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി അടുത്ത ലെയർ ഒരു ട്യൂബ് ബീഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ആ ഫസ്റ്റ് ട്യൂബിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട് നമുക്ക് എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് താഴേക്കും ഓരോ ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഡിസൈൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എല്ലാവരുടെയും കയ്യിൽ സാധാരണ ഉണ്ടാകുന്ന കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ബ്ലൗസിലും അതുപോലെ നെക്കിലും ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഡിസൈൻസാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് നല്ല നല്ല ഡിസൈൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. മിനിമം ഒരു 15 ഡിസൈൻസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്